ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് 2 മിനിറ്റിൽ മാവ് റെഡിയാക്കിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്പി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ അരക്കപ്പ് അളവിലാണ് കേട്ടോ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൊടി നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ സാധാ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിയൊക്കെ എടുക്കുന്ന 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പുളി ഇല്ലാത്ത തൈര് ആയതുകൊണ്ട് തന്നെ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളിയുള്ള തൈരാണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പ് മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1/2 കപ്പ് റവയാണല്ലോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നോർമൽ പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ തൈരിൻ്റെ പാത്രത്തിൽ തന്നെ എടുത്തതുകൊണ്ടാണ് ആ ഒരു കളറ്. അപ്പോൾ 1/2 കപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നാലും ഞാനിവിടെ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ മാവ് റവയൊക്കെ ഒരു കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ദോശത്തവ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആകുമ്പം ഇത് തവക്ക് ഓവർ ചൂടുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് എണ്ണ നെയ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതൊന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദോശ ഒന്നും കൂടി അടിപൊളിയായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പികൾ ഒരുപാട് ചാനലുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.